ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരു റിസോർട്ടിലേക്കാണ്, ഒരു 5 സ്റ്റാർ റിസോർട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ 2 ദിവസത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാനും ഏട്ടനും ഇച്ചുട്ടനും കൂടിയിട്ട് പോകുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ സൗദിയിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു 8 ദിവസമായി. 10ാമത്തെ ദിവസമാണ്, 10 ദിവസമാണ് ഏട്ടന് ലീവ്. അപ്പോൾ 8ാമത്തെ ദിവസമാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് വയനാടേക്കാണ്. അപ്പോൾ ചുരമൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് 9:30 ആകുമ്പോൾ ഇറങ്ങി കേട്ടോ. അവിടത്തേക്കൊരു 4 മണിക്കൂറാണ് ദൂരമുള്ളത്. അപ്പോൾ ഈച്ചൂട്ടൻ വണ്ടിയിൽ കയറിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപാട് ഈച്ചൂട്ടൻ ഉറങ്ങി കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഏട്ടൻ്റെ കാറ് എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണമൊന്നും ഇല്ലാത്ത ഒരു നല്ല അടിപൊളിയായിട്ടുള്ള കാറായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എത്തുന്ന ഒരു ക്ഷീണമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയില്ല. പിന്നെ ഈച്ചൂട്ടൻ ഉറങ്ങിയല്ലോ, പിന്നെ ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഇരിട്ടിയിലെത്തി. നല്ല റോഡും നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയും കണ്ടുകൊണ്ടാട്ടോ നമ്മൾ പോയത്. നമ്മൾ പോകുന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും നമ്മുടെ ഇച്ചുമോനെ ഉണർന്നു കേട്ടോ. അവന് 2-3 പഴമൊക്കെ കൊടുത്തു. രാവിലെ ഉറങ്ങിയതാണല്ലോ, പിന്നെ ഭക്ഷണം കാര്യങ്ങളൊന്നും അവനില്ല. അവൻ എണീറ്റപ്പോൾ തന്നെ ഒരു 3 കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവൻ എണീക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. നമ്മളും ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഇതാ നമ്മുടെ ചുരമൊക്കെ കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഏട്ടൻ ഈ ചുരം കയറുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ചുരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞു ചുരമായിരുന്നു. നമ്മളൊരു വലിയ ചുരമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷേ ഒരു കുഞ്ഞു ചുരമായിരുന്നു. പക്ഷേ എന്നാലും നമുക്കത് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ചെറിയ റോഡ്, പിന്നെ ഫുള്ള് മലയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു കുഞ്ഞു നല്ല നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ നല്ല രീതിയിൽ തന്നെ അത് കൺട്രോൾ ചെയ്ത് പോയി കേട്ടോ. ഫൈനലി നമ്മൾ വയനാട് ബോർഡർ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു വയനാട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടു. പോകുന്ന വഴിയിൽ കുറേ തേയിലത്തോട്ടവും അങ്ങനെയുള്ള കുറേ പച്ചക്കറി നട്ടതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ തേയില കൃഷിയൊക്കെ കണ്ടപ്പോൾ നല്ല രസമായിരുന്നു. ഈ സമയത്ത് നമ്മൾ ചൂരൽമലയൊക്കെയാണ് ഓർത്തത്. ഈ ഒരു സൈഡിലൊക്കെ ആയിരിക്കും നമ്മുടെ ചൂരൽമല എന്നൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിലൊരു ഓഡിറ്റോറിയം കണ്ടു. അപ്പോൾ അവിടെ ഒരു കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് നിർത്തിയിട്ട് നമ്മളൊന്ന് ഫ്രഷായിട്ട് വീണ്ടും നീങ്ങിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ദൂരം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഹോട്ടലിലേക്ക് കയറി. നമ്മൾ വയനാടെത്തി. ഫുഡ് കഴിക്കാൻ വന്നതായി ചേട്ടൻ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഒരു കാട ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ
എന്താ ചിക്കൻ ബിരിയാണി തോന്നുന്നു, ചിക്കൻ ബിരിയാണി ഒരു മന്തിയും ഒരു കാട ബിരിയാണി, പിന്നെ ലാസ്റ്റ് ഇച്ചൂട്ടനൊരു ജ്യൂസുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് കാട ബിരിയാണിയും ഏട്ടന് മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കാട ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ചത്. അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ചു. അതിനുശേഷം നമ്മളിതാ മൊറിക്യാപ്പ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ നമ്മളങ്ങനെ മൊറിക്യാപ്പ് റിസോർട്ടിലെത്തി കേട്ടോ. അപ്പോൾ എന്താ ബാക്കിയുള്ള വീഡിയോ നമുക്ക് സെക്കൻഡ് പാർട്ടിലൂടെ കാണാം. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകുന്നതും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് ഇനി വരുന്ന വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. നമ്മളിവിടെ എത്തി കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഒരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട്, 3 പേർക്കുണ്ട്. ഇച്ചൂട്ടനതാ കുടിക്കുന്നുണ്ട്.